ഹലോ ഫ്രണ്ട്സ്, ഞാൻ ഡോക്ടർ രാജേഷ് കുമാർ. മലയാള സിനിമ ഇഷ്ടപ്പെടുന്ന ഏതൊരാളും ദൃശ്യം എന്ന് പറയുന്ന സിനിമ കണ്ടിട്ടുണ്ടാവും. അതുകൊണ്ട് തന്നെ ദൃശ്യം 1ഉം ദൃശ്യം 2ഉം കാണാത്ത മലയാളികളും കുറവായിരിക്കും. എന്നാൽ ദൃശ്യം 3 ഇപ്പോൾ ഏറ്റവും പുതിയ എപ്പിസോഡ് തിയേറ്ററിൽ വന്നിട്ടുണ്ട്. അത് വലിയ ഹിറ്റ് മൂവിയാണ്. കഴിഞ്ഞ ദിവസം അത് ഈ ദൃശ്യം 3 ആമസോണിനകത്ത് അത് OTT റിലീസ് ചെയ്യുകയും ചെയ്യും. മലയാളികൾ പലരും അത് കണ്ടുവരുന്നുമുണ്ട്. ഇതിനകത്ത് ഈ സിനിമയ്ക്കകത്ത് പ്രത്യേകിച്ച് ദൃശ്യം 3-നകത്ത് നമ്മൾക്ക് മറ്റു സീരീസുകൾ കാണാത്ത ഒരുപാട് കാര്യങ്ങൾ എനിക്ക് പേഴ്സണലി അഭിപ്രായ വ്യത്യാസമുണ്ട്. പല കാര്യങ്ങളും അങ്ങോട്ട് യോജിക്കുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. അങ്ങനെ ഒത്തിരി അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്. ഈ ജോർജ് കുട്ടി എന്ന് പറയുന്ന ഒരു ക്യാരക്ടറിനെ, ആ ഒരു കഥാപാത്രത്തിനെ എത്രത്തോളം നന്നായിട്ട് തുടക്കം മുതലേ ഇങ്ങോട്ട് കൊണ്ടുവരുന്നുവെന്നും അതിനകത്ത് ജോർജ് കുട്ടി എന്ന് പറയുന്ന ക്യാരക്ടറിൽ ഒളിഞ്ഞിരിക്കുന്ന ഒരു വലിയ മാനസിക രോഗിയുമുണ്ട്. അതാണ് ഞാൻ നിങ്ങൾക്കിപ്പോൾ പറഞ്ഞു തരുന്നത്. ഇതിൻ്റെ പ്രത്യേകത, നമ്മളെന്തിനാണ് ഈ ജോർജ് കുട്ടിയുടെ സ്വഭാവം അറിയുമെന്ന് ചോദിച്ചാൽ, നമ്മുടെ കുടുംബത്തിൽ ത്ത് തന്നെ ഇതേ മാനസികാവസ്ഥയുള്ള പലരും ജീവിക്കുന്നുണ്ട്. ക്രമേണ അവർ മറ്റൊരു രോഗാവസ്ഥയിലേക്ക്, നമുക്ക് മാറ്റാൻ പറ്റാത്ത ഒരു അവസ്ഥയിലേക്ക് എത്തുമ്പോൾ മാത്രമാണ് ഇത് ഈ ഒരു തരത്തിലുള്ള രോഗമായിരുന്നോ എന്ന് തിരിച്ചറിയുന്നത്. പലരും വിചാരിക്കുന്നത് കൊലപാതക ടെൻഡൻസിയൊക്കെ കാണിക്കുന്ന ഒരാളെന്ന രീതിക്കായിരിക്കും ജോർജ് കുട്ടിയെ കാണുന്നത്. അല്ല, ജോർജ് കുട്ടിയുടെ ഒരു സ്വഭാവം, ആ ഒരു ക്യാരക്ടറിനെ ഡെവലപ്പ് ചെയ്ത് കൃത്യമായിട്ട് ഇതിൻ്റെ സംവിധായകൻ ജിത്തു ജോസഫ് എഴുതിയതിൻ്റെ ആ ബ്രില്യൻസ് ഞാൻ പറഞ്ഞുതരാം. ജോർജ് കുട്ടി എന്ന് പറയുന്നത് നിങ്ങൾ ദൃശ്യം 1-ൽ കാണുന്ന അദ്ദേഹം ഒരു അനാഥനാണ്. അദ്ദേഹം അവിടെ നിന്ന് വന്ന് സ്വന്തമായിട്ട് കഠിനാധ്വാനം ചെയ്ത് പല ബിസിനസ്സുകളും, വണ്ടി കച്ചവടം പോലുള്ള ബിസിനസ്സുകൾ ചെയ്ത് അദ്ദേഹം ഭൂമിയിൽ അധ്വാനിച്ച് അദ്ദേഹം ക്രമേണ ഒരു മനുഷ്യനായിട്ട് വളർന്ന് കല്യാണം കഴിച്ച് ഒരു കുടുംബം ഉണ്ടാകുന്നു. ഈ കുടുംബം ഉണ്ടാകുന്ന സമയത്ത് അദ്ദേഹത്തിന് ആ നാട്ടിൽ തന്നെ ഒരുപാട് സുഹൃത്തുക്കളുണ്ട്. അദ്ദേഹം സർവ്വസമ്മതനാണ്. ആ ഒരു ലെവലിൽ നിൽക്കുന്ന അദ്ദേഹം വളരെ യാദൃശ്ചികമായിട്ട് തൻ്റെ കുടുംബം ചെന്നുപെടുന്ന ഒരു കൊലപാതക പ്രശ്നത്തിൽ ചെന്നുപെടുന്നു. അവിടെ നിന്ന് ഏത് വില കൊടുത്തും തൻ്റെ സ്വന്തമായിട്ടുള്ള കുടുംബത്തിനെ അദ്ദേഹം രക്ഷിക്കാൻ ശ്രമിക്കുന്നു. ഈ ഒരു ക്യാരക്ടർ വരെ നമ്മൾ കാണുന്ന ജോർജ് കുട്ടി എന്ന് പറയുന്ന ഒരു നോർമൽ മനുഷ്യനാണ്. ജോർജ് കുട്ടിയുടെ മനസ്സെന്ന് പറയുന്നത് മറ്റു മനുഷ്യരെക്കാൾ കൂടുതൽ ധൈര്യമുള്ള ഒരു ഉരുക്ക് പോലുള്ള ഒരു ഹൃദയം അദ്ദേഹത്തിനുണ്ട്. കാരണം അദ്ദേഹം വന്നിട്ടുള്ള ജീവിത സാഹചര്യങ്ങൾ, അദ്ദേഹത്തിന് പ്രത്യേകിച്ച് അദ്ദേഹം അനാഥനാണ്. ആ സമയം മുതലേ ജീവിതത്തിൽ കിട്ടിയിട്ടുള്ള പല പ്രശ്നങ്ങൾ കൊണ്ടും ജീവിതത്തിൽ പെട്ടെന്നുണ്ടാകുന്ന ഒരു ട്രോമ അദ്ദേഹത്തിന് ഒരു പരിധിവരെ ഓവർകം ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. എന്നാൽ അതിനുശേഷം ദൃശ്യം 2-ലേക്ക് വരുമ്പോൾ നമ്മൾ കാണുന്ന എന്താണ്? സമൂഹത്തിൽ എല്ലായിടത്തും സർവ്വസമ്മതനായിരുന്ന, പ്രത്യേകിച്ച് ദൃശ്യം 1-ൻ്റെ അവസാനത്തിലെല്ലാം തന്നെ ആ നാട്ടുകാർ മൊത്തം ജോർജ് കുട്ടിയുടെ കൂടെ നിൽക്കുന്നുണ്ട്. എന്നാൽ ദൃശ്യം 2-ൽ നമ്മൾ കാണുന്നത് ജോർജ് കുട്ടിക്ക് സ്വയം ഒരു ഒറ്റപ്പെടൽ വരുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നുണ്ട്. നമ്മൾ പലപ്പോഴും ഒരു ലോൺലിനെസ് എന്ന് പറയുന്ന ഒരു അവസ്ഥ, ഏകാന്തം എന്ന് പറയുന്ന ഒരു അവസ്ഥയുണ്ട്. അതുപോലല്ല ജോർജ് കുട്ടിയുടെ അവസ്ഥ. ജോർജ് കുട്ടി സ്വയം ഒറ്റപ്പെട്ട് ജീവിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോവുകയാണ്. അദ്ദേഹം സുഹൃത്തുക്കളായിട്ട് വലിയ കോൺടാക്റ്റ് വയ്ക്കുന്നില്ല. സുഹൃത്തുക്കൾക്ക് അത്യാവശ്യം അദ്ദേഹത്തിന് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ അവരുമായി അദ്ദേഹം പോയി സംസാരിക്കുന്നു, ബന്ധം സ്ഥാപിക്കുന്നു എന്നല്ലാതെ അദ്ദേഹത്തിന് ആത്മാർത്ഥ സുഹൃത്തുക്കൾ എന്ന് പറയുന്ന ആൾക്കാർ തന്നെ ഇല്ലാതാകുന്ന ഒരു സാഹചര്യമുണ്ട്. ഇത് കേൾക്കുമ്പോൾ പലർക്കും ഒരു സംശയം തോന്നും, എന്താണ് ഈ ഏകാന്തതയും ഒറ്റപ്പെടലും തമ്മിലുള്ള വ്യത്യാസമെന്ന്. ഏകാന്തത എന്ന് പറഞ്ഞാൽ നമ്മുടെ ചുറ്റുമുള്ള ആൾക്കാർ, നമ്മുടെ സുഹൃത്തുക്കളാണെങ്കിലും ബന്ധുക്കളാണെങ്കിലും ഒരാളെ അങ്ങ് മാറ്റി നിർത്തുന്നു. ആ ഒരു സാഹചര്യത്തിൽ ഏകാന്തത ഉണ്ടാവും. അതാണ് ഏകാന്തത. അതായത് മറ്റുള്ളവരായിട്ട് ഇയാളെ ഒറ്റപ്പെടുത്തുന്ന ഒരു സാഹചര്യം വരുന്നത്. എന്നാൽ സ്വയം ഒറ്റപ്പെട്ടിരിക്കുന്ന ഒരവസ്ഥ, എലോൺനെസ് എന്ന് പറയുന്ന ഒരു അവസ്ഥയുണ്ട്. അതാണ് സ്വയം ഒറ്റപ്പെടൽ. നമ്മൾ സമൂഹത്തിൽ നിന്ന് മാറി കല്യാണത്തിന് പോലും പോകാൻ മടി, ആരെങ്കിലും നമ്മൾ അന്വേഷിച്ചാലോ ഞാനിപ്പോൾ കാണാൻ താല്പര്യപ്പെടുന്നില്ല എന്ന് പറഞ്ഞ് സ്വയം മാറി നിൽക്കാൻ ശ്രമിക്കുന്ന ഒരവസ്ഥ, ഒറ്റപ്പെടൽ നമ്മുടെ സമൂഹത്തിൽ തന്നെ ഒരുപാട് പേർക്കുണ്ട്. ഈ ഒറ്റപ്പെടൽ വന്ന ജോർജ് കുട്ടിയാണ് തൻ്റെ കുടുംബത്തിലുണ്ടാകുന്ന വീണ്ടും വലുന്ന പല പ്രശ്നങ്ങളെയും ഓവർകം ചെയ്യാനായിട്ട് ശ്രമിക്കുന്നത്. ആലോചിച്ച് നോക്കി, അദ്ദേഹത്തിൻ്റെ മനസ്സിലൊരു രഹസ്യമുണ്ട്. സ്വന്തം ഭാര്യയോട് പോലും, സ്വന്തം കുടുംബത്തിനോട് പോലും ഇത് ഡിസ്കസ് ചെയ്യാൻ പറ്റുന്നില്ല. ആരോടും ഒന്നും പറയാതെ ആ ഒരു രഹസ്യവും മനസ്സിൽ വെച്ച് ഏത് നിമിഷവും ഇത് വീണ്ടും പ്രോബ്ലം വരാവുന്ന രീതിക്ക് സ്വയം വേദനിച്ച് നീങ്ങുന്ന ഒരാൾ. മനസ്സിന് അത്യാവശ്യം ഉറപ്പുള്ളതുകൊണ്ടാണ് ജോർജ് കുട്ടി പിടിച്ചു നിൽക്കുന്നുണ്ട്. എന്നിരുന്നാൽ പോലും ഈ മൂന്നാമത്തെ സീരീസിലേക്ക്, പ്രത്യേകിച്ച് ദൃശ്യം 3-ലേക്ക് വരുന്ന സമയത്ത് ജോർജ് കുട്ടിയുടെ ഉള്ളിൽ പ്രകടമായിട്ടുള്ള ഒരു പ്രത്യേകിച്ച് അദ്ദേഹം ഒരു മധ്യവയസ്കനാണ്. ആ മാനസിക പ്രശ്നങ്ങൾ അദ്ദേഹത്തിൻ്റെ ആ പ്രകടനങ്ങളിൽ കാണുന്നുണ്ട്. ആ ഒരു മാനസികാവസ്ഥയുടെ പേരാണ് ജനറലൈസ്ഡ് ആങ്സൈറ്റി ഡിസോർഡർ എന്ന് പറയും. അതായത് എപ്പോഴും മനസ്സിൽ അമിതമായിട്ട് ഉത്കണ്ഠ നിലനിൽക്കുന്ന ഒരവസ്ഥ, താൻ നേരിടുന്ന പ്രശ്നങ്ങൾ, തൻ്റെ ആ ഒരു സാറ്റിൽ എവിടെയെങ്കിലും വാഹനം ഓൺ ചെയ്താലോ ഇല്ലെങ്കിൽ ഒരു ടോർച്ച് അടിച്ചിരുന്നാലോ, പ്രത്യേകിച്ച് രാത്രി ഉറക്കമൊഴിഞ്ഞിരിക്കുന്നു, കുടുംബത്തിന് ഇടയ്ക്ക് എപ്പോഴും പോയി നോക്കുന്നു, ആരോടൊന്നും പറയാൻ പറ്റുന്നില്ല, തനിക്ക് പുറകിൽ ആരോ ഉണ്ട് എന്നുള്ള എപ്പോഴും ഒരു വിശ്വാസത്തിൽ പേടിച്ച് ജീവിക്കുന്ന ഒരു മധ്യവയസ്കൻ്റെ അവസ്ഥയൊന്ന് ആലോചിച്ച് നോക്കിയേ. ഇത് പുള്ളിയുടെ ആരോഗ്യത്തിന്, ഇതിനകത്ത് പുള്ളിക്ക് എന്തെങ്കിലും ആരോഗ്യ പ്രശ്നങ്ങളായിട്ട് പറയുന്നില്ലെങ്കിൽ പോലും ഈ പ്രശ്നങ്ങൾ മറികടക്കുന്നതിന് വേണ്ടി അയാൾ ഒടുവിൽ സ്വയം ജയിലിലേക്ക് പോവുകയാണ്. എന്നാൽ ജയിലിലേക്ക് പോകുന്ന ജോർജ് കുട്ടിക്ക് ഇത് മാറുമോ ഇല്ലയോ എന്നുള്ളത് സിനിമയുടെ കഥയാണ്. എന്നാൽ ഇതേ സിറ്റുവേഷൻ തന്നെ നമ്മുടെ സമൂഹത്തിൽ ജീവിക്കുന്ന പലർക്കും ഉണ്ടാകുന്നുണ്ട്.
അവർക്ക് ജീവിതത്തിൽ പെട്ടെന്ന് വരുന്ന ഒരു ട്രോമ ഇവരെ ക്രമേണ ഒരു ജനറലൈസ്ഡ് ആങ്സൈറ്റി ഡിസോർഡറിലേക്ക് കൊണ്ടുവരുന്നുണ്ട്. ഞാൻ ഈ മാനസിക രോഗത്തിനെക്കുറിച്ച് പറയാൻ വേണ്ടിയിട്ടാണ് ദൃശ്യത്തിൽ ജോർജ് കുട്ടിയുടെ കാര്യം പറഞ്ഞത്. ഇതേ സാഹചര്യം ഇപ്പോൾ നമ്മളാരും കൊലപാതകമൊന്നും ചെയ്യുന്നില്ലല്ലോ, കുടുംബത്തിനെ രക്ഷിക്കാൻ നോക്കുന്നില്ലല്ലോ, പിന്നെ ഈ അസുഖം എന്താണെന്ന് ചോദിച്ചാൽ ഇത് കൊലപാതകമൊന്നും ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. പലർക്കും ജീവിതത്തിൽ പെട്ടെന്നുണ്ടാകുന്ന ഒരു പ്രോബ്ലം, ഉദാഹരണത്തിന് വളരെ വേണ്ടപ്പെട്ട ഒരാൾ മരിക്കുന്നു, ഇല്ലെങ്കിൽ നമുക്കറിയാവുന്ന ഒരാൾ പെട്ടെന്ന് കുഴഞ്ഞു വീണ് മരണപ്പെടുന്നു. അയാൾക്ക് ഹാർട്ട് അറ്റാക്കാണ് ഉണ്ടായത്, അയാൾക്ക് വലിയ രോഗമൊന്നുമില്ലായിരുന്നു, അയ്യോ അയാൾക്ക് മരണപ്പെട്ടു, ഇതെനിക്കും ഉണ്ടാകുമോ എന്ന ഒരു ഭയം. ഈ ഭയത്തിൽ ക്രമേണ നമുക്ക് പത്രത്തിൽ കാണുന്ന വാർത്തകൾ, ടി വിയിൽ വരുന്ന അസുഖങ്ങളെക്കുറിച്ചുള്ള കാര്യങ്ങൾ ഇതിനെ ഇടയ്ക്കിടയ്ക്ക് ശ്രദ്ധിച്ച് എനിക്ക് ഈ രോഗം ഉണ്ടാവുമോ എന്നുള്ളൊരു ഭയം വരും. ആദ്യം അവർ ചെയ്യുന്നത്, ആദ്യം ആശുപത്രിയിലേക്ക് പോയിട്ട് ഒരു ജനറൽ മെഡിക്കൽ ചെക്കപ്പ് നടത്തും. അത് നോക്കി കുഴപ്പമൊന്നുമില്ല, വീണ്ടും തിരിച്ചു വരുന്നു. ഒരാഴ്ച വരെ വലിയ പ്രോബ്ലം ഒന്നുമില്ല. എന്നാൽ അതിനുശേഷം നമ്മുടെ നെഞ്ചിൻ്റെ ഭാഗത്ത് എവിടെയെങ്കിലും ഒരു വേദന, ചുമച്ച സമയത്ത് ഒരു കൊളുത്തിപ്പിടുത്തം, പഴയ പേടി വീണ്ടും വരുന്നു. അയ്യോ ഇത് ആങ്സൈറ്റി, അല്ലെങ്കിൽ എനിക്കിത് വീണ്ടും ഹാർട്ടിനെ ബാധിക്കുന്ന പ്രശ്നമാണോ, എനിക്കെന്തെങ്കിലും ഗുരുതര രോഗമുണ്ടോ. മിക്കവാറും ഇത്തരക്കാരുടെ ഒരു മെയിൻ ഭയം എന്ന് പറയുന്നത് ഹാർട്ടായിരിക്കും ഭയം, ഇല്ലെങ്കിൽ ക്യാൻസർ ആയിരിക്കും ഭയം. ഇത് ഏതെങ്കിലും വന്ന് മരണപ്പെടും എന്നുള്ളൊരു ഭയം കാരണം വീണ്ടും ഇവർ ആശുപത്രിയിലേക്ക് ഓടുന്നു. പലപ്പോഴും രാത്രികളിൽ പെട്ടെന്ന് നെഞ്ചുവേദന, അയ്യോ ഞാനിപ്പോൾ മരിച്ചു പോകുമ്പോൾ എനിക്ക് ഹാർട്ട് അറ്റാക്ക് ആണെന്നും പറഞ്ഞ് വീട്ടുകാർ അത്രയും എടുത്തുകൊണ്ട് നേരെ ഹോസ്പിറ്റലിലേക്ക് പോയി ECG ഒക്കെ നോക്കി കഴിയുമ്പോൾ ഒരു കുഴപ്പമില്ല, ഗ്യാസിന് ഡോക്ടർ ഇഞ്ചക്ഷനും കൊടുത്ത് വീട്ടിൽ വിടുന്നു. ഒരു വലിയ പ്രോബ്ലം ഇല്ല, സുഖമായിട്ട് കിടന്നുറങ്ങുന്നതാണ്. ഇതാണ് പേഴ്സിസ്റ്റൻ്റ് ആങ്സൈറ്റി ഡിസോർഡറിൽ വരുന്ന പ്രോബ്ലം. ഇവർക്ക് പകലാണെങ്കിൽ എപ്പോഴും പേടിയായിരിക്കും. ഇത് ഒരുപക്ഷേ നമുക്ക് അസുഖത്തിനെക്കുറിച്ചാകാം, ഇല്ലെങ്കിൽ നമ്മുടെ വേണ്ടപ്പെട്ട ആരെങ്കിലും മരണപ്പെട്ടവരോ, ഇല്ലെങ്കിൽ പെട്ടെന്ന് നമുക്ക് വേണ്ടപ്പെട്ട ആരെങ്കിലും വിട്ടുപോയിരുന്നാലോ ഒക്കെ സംഭവിച്ചു എന്ന് വരാം. ജീവിതത്തിൽ നമ്മളെ വലുതായിട്ട് വിഷമിപ്പിക്കുന്ന ഓരോ ഇൻസിഡൻറ്റുകളും ഓരോ സംഭവങ്ങളും നമ്മുടെ ഉള്ളിലുണ്ടാക്കുന്ന ട്രോമ ക്രമേണ ഈ ആങ്സൈറ്റി വല്ലാണ്ട് ട്രിഗർ ചെയ്തു എന്ന് വരാം. പാമ്പിനെ കണ്ട് പേടിച്ചിരുന്നാലോ, വീട്ടിനകത്ത് ഇരുട്ട് കണ്ട് പെട്ടെന്ന് ഭയന്നിരുന്നാലോ എല്ലാം ഇതുണ്ടായിന്ന് വരാം. അതെല്ലാം ബന്ധപ്പെട്ട് എപ്പോഴും ഒരു ഭയം അലട്ടിക്കൊണ്ടിരിക്കും. ഒരു ഉദാഹരണം പറഞ്ഞാൽ, കടുത്ത ചുഴലിക്കാറ്റിൽ തൻ്റെ വീട്ടിൻ്റെ അടുത്ത് നിൽക്കുന്ന വലിയ പ്ലാവിലേക്ക് ഒരു ആക്സിഡൻ്റ്, ഒരു ഇടിമിന്നൽ ഏറ്റിട്ട് ആ പ്ലാവ് മറിഞ്ഞു വീഴുകയാണ്. ആ മറിഞ്ഞു വീണിട്ട് ആ ഭാഗത്തുള്ള ലൈനും പോയി തൻ്റെ വീട്ടിലുണ്ടായിരുന്ന കാറിൻ്റെ മുകളിലേക്ക് വീഴുകയാണ്. അതിനുശേഷം അദ്ദേഹം, അതായത് അന്നൊരു ബാലനായിരുന്ന സമയത്താണ് സംഭവിച്ചത്, അത് കഴിഞ്ഞ് അയാൾ വളർന്ന് യുവാവായിരുന്ന സമയത്തും മഴ കാണുമ്പോഴോ കാറ്റ് കാണുമ്പോഴോ ഭയങ്കര ഭയം, അത് ഓവർകം ചെയ്യാൻ പറ്റുന്നില്ല. എവിടെ പോയിരുന്നാലും മഴയത്തിരുന്ന് പഠിക്കാൻ പറ്റുന്നില്ല. കാറ്റേറ്റ് കഴിഞ്ഞാൽ വീണ്ടും ഈ ഒരു പ്രശ്നം വരികയാണ്. ആ സമയത്ത് സഡനായിട്ട് നെഞ്ചെടുപ്പ്, കിതപ്പ് എല്ലാം വരികയാണ്. പോയി ഒളിച്ചിരിക്കാൻ ശ്രമിക്കുകയാണ്. അത് ജീവിതത്തിലേറ്റ, കുട്ടിക്കാലത്തേറ്റ ട്രോമയുടെ ഭാഗമാണ്. ഈ തരത്തിൽ തൻ്റെ ജീവിതത്തെ അലട്ടുന്ന തരത്തിലേക്ക് ഈ അവസ്ഥ വരാം. ചെറുതായിട്ടൊക്കെ ആങ്സൈറ്റി പ്രശ്നങ്ങളുള്ളത് കുഴപ്പമില്ല, എന്നാൽ ദിവസവും എപ്പോഴും മനസ്സിലൊരു അലേർട്ടായിട്ട് നിൽക്കുന്ന ഒരു അവസ്ഥയാണ് ഈ ജനറലൈസ്ഡ് ആങ്സൈറ്റി ഡിസോർഡർ എന്ന് പറയുന്നത്. ഇത് ക്രമേണ നമ്മുടെ ശരീരത്തെ ബാധിച്ചു എന്ന് വരാം. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ടെൻഷൻസ് വന്നുകൊണ്ടിരിക്കുന്നതുകൊണ്ട് രക്തസമ്മർദ്ദം കൂടും, പ്രഷർ കൂടും, ഉറക്കക്കുറവ് വരാനുള്ള സാധ്യതയുണ്ട്, വണ്ണം കൂടാനോ വണ്ണം കുറഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട്, അസിഡിറ്റി, നെഞ്ചരിച്ചിൽ, പുളിച്ചുതേട്ടൽ പോലുള്ളവ വിട്ടുമാറാതെ നിന്നു എന്ന് വരാം. ക്രമേണ ഇത് നമ്മുടെ ഇൻസുലിൻ മെറ്റബോളിസത്തിൽ പ്രശ്നം വന്ന് ഡയബറ്റീസിലേക്ക് ചെന്നെത്തിക്കും. ഇങ്ങനെ പലവിധ രോഗങ്ങൾ ശരീരത്തിനെ കാർന്നു തിന്നുന്ന ഒരവസ്ഥയിലേക്ക് ഈ പെർസിസ്റ്റൻ്റ് ആയിട്ട് വരുന്ന ഈ ആങ്സൈറ്റി ഡിസോർഡർ ഉണ്ടാക്കാറുണ്ട്. ക്രമേണ ഈ ഒരു അവസ്ഥ നമ്മൾ ശരിയായിട്ട് ചികിത്സിച്ചില്ല എന്നുണ്ടെങ്കിൽ ഡിപ്രഷനിലേക്ക് പോയി നിൽക്കും. നമുക്ക് ഈ ജനറലൈസ്ഡ് ആങ്സൈറ്റി ഡിസോർഡർ എന്ന് പറയുന്ന ഒരു അവസ്ഥയെ മരുന്നിലൂടെയും അതേപോലെ തന്നെ നമുക്ക് ഈ കോഗ്നിറ്റീവ് ബിഹേവിയർ തെറാപ്പി പോലുള്ള ചികിത്സാ മാർഗ്ഗങ്ങളിലൂടെയും ശരിയാക്കി എടുക്കാനായിട്ട് സാധിക്കും. എന്നാൽ ഡിപ്രഷൻ ആയിക്കഴിഞ്ഞാൽ പിന്നെ ഒരു തരത്തിലുള്ള ഒരു ശ്മശാന മൂകത എന്ന് പറയുന്ന ഒരു അവസ്ഥയാണ്. വലുതായിട്ട് മനസ്സിന് വികാരങ്ങളില്ല, റിയാക്ഷൻസ് ഇല്ല, എപ്പോഴും മൂകതയോടെ ഇരിക്കുന്ന അവസ്ഥ. നിങ്ങൾ ദൃശ്യം 3 കണ്ടിട്ടുണ്ടെങ്കിൽ അതിനകത്ത് IG ഗീതാ പ്രഭാകരൻ്റെ അവസ്ഥ, അതായത് സ്വന്തം മകൻ മരണപ്പെട്ടു, അതിനെ കണ്ടുപിടിക്കാനും നടത്തിയുള്ള എല്ലാ ശ്രമങ്ങളും പരാജയപ്പെട്ട് ഒടുവിൽ ഡിപ്രഷനിലേക്ക് പോയൊരവസ്ഥ ദൃശ്യം 3 കണ്ടിട്ടുണ്ടെങ്കിൽ ഗീതാ പ്രഭാകരൻ്റെ അവസ്ഥ ഉണ്ടെന്ന് അത് നിങ്ങൾക്ക് മനസ്സിലാവും. അതാണ് നമ്മൾ ഡിപ്രഷൻ എന്ന് പറയുന്ന ഒരവസ്ഥ. ഈ ഒരു അവസ്ഥയിലേക്ക് പോകുന്നതിന് മുമ്പ് ഈ ജനറലൈസ്ഡ് ആങ്സൈറ്റി ഡിസോർഡർ ഉള്ള ആളിനെ നമുക്ക് രക്ഷപ്പെടുത്താനായിട്ട് സാധിക്കും. അതിൻ്റെ ലക്ഷണങ്ങൾ ഞാൻ പറഞ്ഞുതരാം. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, നമ്മുടെ ശരീരത്തിന് എപ്പോഴും ഒരു രോഗമുണ്ടെന്ന അവസ്ഥ, ചിരിക്കാൻ പറ്റാത്ത അവസ്ഥ. ദൃശ്യം 3 മോഹൻലാലിനെ ശ്രദ്ധിച്ചറിയാം, പുള്ളി അതിനകത്ത് ചിരിക്കുന്നത് വളരെ കുറവാണ്. ആ ഒരു തരത്തിൽ മനസ്സിലെപ്പോഴും ഒരു മാനസിക പിരിമുറുക്കം, ശരീരം വേദന, ശരീരത്തിലെ മസിലുകൾ കൊളുത്തി വലിക്കുന്ന പോലിരിക്കും, മസിലുകൾ കോച്ചി പിടിക്കുന്ന ഒരു ഫീൽ ഉണ്ടാവും, ഉറക്കം ശരിയായിട്ട് കിട്ടത്തില്ല, ഇടയ്ക്കിടയ്ക്ക് വല്ലാണ്ട് വേർപ്പ്, നോക്കുമ്പോൾ BP ഹൈ ആയിരിക്കും, തലപ്പെരുപ്പ്, തല കറക്കം പോലുള്ള ബുദ്ധിമുട്ട്, ജോലി സ്ഥലത്ത് നമുക്ക് ഒരു കാര്യത്തിൽ ശ്രദ്ധിക്കാൻ പറ്റാത്ത ഒരവസ്ഥ, കണക്ക് കൂട്ടുന്നതൊന്നും ഒരു പക്ഷേ ശരിയാവില്ല, ഓർമ്മക്കുറവ്, മറവി, നമ്മൾ എന്ത് കാര്യം ഓർത്തിരിക്കാൻ ശ്രമിച്ചിരുന്നാലും ആ കാര്യങ്ങൾ വിട്ടുപോകുന്ന ഒരു സാഹചര്യം, നമ്മൾ മറവി രോഗമാണോ എന്നൊക്കെ സംശയിച്ചു പോകും. ഈ ലെവലിൽ കാണിക്കുന്ന ലക്ഷണങ്ങൾ
പ്രശ്നങ്ങളെല്ലാം ഈ ജനറലൈസ്ഡ് ആങ്സൈറ്റി ഡിസോർഡറിൻ്റെ ഭാഗമായിട്ട് കണ്ടുവരാറുണ്ട്. ഇതോടൊപ്പം ഇത് മനസ്സിനുണ്ടാക്കുന്ന പ്രോബ്ലം ഒക്കെ ശരീരത്തിന് ഇതുകൂടാതെ ദേഹം വേദന, ശരീരം കഴപ്പ്, ഉന്മേഷമില്ലായ്മ പോലുള്ള ലക്ഷണങ്ങൾ, ഇടയ്ക്കിടയ്ക്ക് ഷുഗർ കൂടുക, BP കൂടുക പോലുള്ള ലക്ഷണങ്ങൾ, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ആസിഡിറ്റി, നെഞ്ചരിച്ചിൽ, അൾസർ പോലുള്ള ലക്ഷണങ്ങൾ, വയറിന് ഒഴിയാബാധയായിട്ട് കോൺസ്റ്റിപ്പേഷൻ, മലംപിടുത്തം പോലുള്ള പ്രോബ്ലംസ് കണ്ടുവന്ന് വരാം. ഇതെല്ലാം ജനറലൈസ്ഡ് ആങ്സൈറ്റി ഡിസോർഡറിൻ്റെ ഭാഗമായിട്ട് കണ്ടുവന്ന് വരാം. ഈ ഒരു സ്റ്റേജിൽ ഇത് നമുക്ക് ചികിത്സിച്ചാൽ മാറ്റാൻ പറ്റും. ഇതിന് മരുന്നുകൾ, പ്രത്യേകിച്ച് ഹോമിയോപ്പതിയിലെല്ലാം നല്ല മരുന്നുകളുണ്ട്. ഇതോടൊപ്പം നിങ്ങൾക്ക് ഒരു സൈക്കോളജിസ്റ്റിനെ കണ്ടിട്ട് കോഗ്നിറ്റീവ് ബിഹേവിയറൽ തെറാപ്പിയോട് ചെയ്തു കഴിഞ്ഞാൽ ഈ ഒരു പ്രശ്നം മാറ്റാൻ പറ്റും. എന്നാൽ ഡിപ്രഷൻ ആയി കഴിഞ്ഞാൽ പിന്നെ ഇതിനെ നമുക്ക് കുറച്ചുകൊണ്ടുവരാനേ പറ്റുള്ളൂ, പൂർണ്ണമായിട്ടും മാറ്റിയെടുക്കാൻ പാടാണ്. അതുകൊണ്ടാണ് ഈ ഒരു അവസ്ഥ നമ്മൾ ശരിയാക്കി എടുക്കണമെന്ന് പറയുന്നത്. എന്തുകൊണ്ടാണ് ജോർജ് കുട്ടിയുടെ ഈ ഒരു ക്യാരക്ടർ നമ്മുടെ മനുഷ്യരുടെ ജീവിതമായിട്ട് ഇത്രത്തോളം അടുത്ത് നിൽക്കുന്നതാണെന്ന് ഞാൻ ഉദ്ദേശിച്ചതെന്ന് ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായില്ലേ? ഇത് മലയാളികളുടെ അറിവിലേക്കായിട്ട് ഷെയർ ചെയ്യുക. നമ്മുടെ സമൂഹത്തിനകത്ത് ഇതുപോലുള്ള ജോർജ് കുട്ടികൾ പലയിടത്തും ഒളിച്ചിരിപ്പുണ്ട്. അവർക്ക് ഞാൻ ഈ പറയുന്ന ഇൻഫർമേഷൻ ഉപകാരപ്പെടും. എല്ലാ കുടുംബങ്ങളും ഈ ഒരു അവസ്ഥ അറിഞ്ഞിരിക്കുക. കുടുംബങ്ങൾക്കൊക്കെ ഇത്തരത്തിലുള്ള ജോർജ് കുട്ടികളുണ്ടെങ്കിൽ അവർക്ക് ചികിത്സ കൊടുത്താൽ അവരെ രക്ഷപ്പെടുത്താനായിട്ട് പറ്റും. വീണ്ടും മറ്റൊരവസരത്തിൽ മറ്റൊരു വിഷയമായി കണ്ടുമുട്ടാം. ബൈ.